കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജ്ഞാപനം വന്നത് മുതൽ ഇലക്ഷൻ ഡേ വരെ 63 വിദ്വേഷ പ്രസംഗങ്ങൾ മോദി പറഞ്ഞതിനെ തരൂരിന് പ്രശ്നമില്ല. അമേരിക്കൻ ആസ്ഥാനമായ ഒരു റിസർച്ച് സെന്റർ അവശ്യ കാര്യങ്ങളെ മാറ്റിവെച്ച് ഇന്ത്യയിൽ രാഷ്ട്രീയക്കാർ തീ തുപ്പുന്ന ഹേറ്റ് സ്പീച്ച് മാത്രം പറയുന്നു, അവശ്യ കാര്യങ്ങളെ തൃണവൽഗണിക്കുന്നു എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന് മേൽ വന്ന റിപ്പോർട്ട് തരൂരിന് പ്രശ്നമല്ല. കോവിഡ് കാലത്ത് ഓക്സിജൻ കിട്ടാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ യുപിയിലെ ആശുപത്രി കിടക്കയിൽ പിടഞ്ഞു മരിച്ചത് തരൂരിന് പ്രശ്നമല്ല. അന്നേ ദിവസം തന്നെ കോവിഡ് വാക്സിന് വേണ്ടി ഏർപ്പെടുത്തിയ കോവിൻ പോർട്ടലാണ് നല്ലതെന്ന് പറയുന്ന രീതിയിൽ തരൂർ വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയമാണ് ഇന്നലെയും വന്നിട്ട് പറഞ്ഞത്. മോദി അമേരിക്കയിൽ ചെന്ന് ട്രംപിന് വേണ്ടതെല്ലാം സാധിച്ചു കൊടുത്ത് തിരിച്ചു വന്നു. ആഭ്യന്തര വകുപ്പിനോ പ്രതിരോധ മന്ത്രാലയത്തിനോ വേണമെന്നോ ആവശ്യമാണോ എന്ന് ഒരിക്കൽ പോലും പറയാത്ത 35 വിമാനങ്ങൾ, ട്രംപിന്റെ സുഹൃത്തായ എലോൺ മസ്ക് ആവശ്യമില്ലാത്ത വിമാനങ്ങൾ, ഇത് അധിക ചെലവ് US ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ വിമാനങ്ങൾ വിറ്റഴിക്കാൻ ട്രംപ് തീരുമാനിച്ചതിന്റെ ബാക്കി പത്രമായി അവിടെ ചെന്ന് അതിവിധേയത്വം കാണിച്ചു മേടിച്ച് തിരിച്ചു വന്ന മോഡി അവിടെ നല്ലതാണ് ഇന്ത്യക്ക് വേണ്ടി ചെയ്തത് എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രമാണ് തരൂരിൻ്റെത്. കോൺഗ്രസിന് ഒരു മടിയും വേണ്ട തരൂരിനെതിരെ പ്രതികരിക്കാൻ. വിട്ടുപോണെങ്കിൽ വിട്ടുപോട്ടെ. എന്തിനാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ചുമക്കുന്നത്? ഈ നാടിന്റെ മധ്യവർഗം അനുഭവിക്കുന്ന, ഈ നാടിന്റെ അടിസ്ഥാന വർഗം അനുഭവിക്കുന്ന ഒന്നും പ്രശ്നമല്ലാതെ അതിനെയെല്ലാം കാറ്റിൽ പറത്തി ചെയ്യുന്നതെല്ലാം നല്ലതാണ് എന്ന് പറയുന്ന, വെറുതെ മോഡി സ്തുതി പറയുന്ന ഈ രാജ്യത്തിന് മോഡിയെ സ്തുതിക്കുമ്പോൾ തരൂർ ഒരു കാര്യം മനസ്സിലാക്കണ്ടേ? എന്താണ് മോഡി വെച്ചു പുലർത്തുന്ന ഡിവിസീവ് പൊളിറ്റിക്സ്? നിങ്ങളുടെ പാർട്ടിയുടെ അധ്യക്ഷൻ ഭരണഘടനയും കയ്യിലേന്തി കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നടന്നത് നിങ്ങൾ കണ്ടതല്ലേ? എന്തിനായിരുന്നു ആ നടത്തം? ഈ നാടിനെ ചേർത്ത് പിടിക്കാൻ, കോൺഗ്രസ് വെച്ചു പുലർത്തുന്ന മതേതര മൂല്യങ്ങൾ കാറ്റിൽ പറക്കാതിരിക്കാൻ. ഇങ്ങനെ രാഷ്ട്രീയ വിദ്വേഷം പറഞ്ഞ് ആളുകളെ ഭിന്നിപ്പിച്ച് ഏതൊരു രീതിയിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി BJP ഭരണകൂടം മുന്നോട്ട് പോകുമ്പോഴേ ഈ നാട്ടിൽ വലിയ രീതിയിലുള്ള ഒരു പവർ ഉണ്ട്. ഈ നാടിന് വലിയ രീതിയിലുള്ള ഒരു പവർ ഉണ്ട്. അത് വലിയ രീതിയിലുള്ള ആഗോള മാർക്കറ്റാണിത്. ഇവിടെ വലിയ രീതിയിലുള്ള 140 കോടി ജനങ്ങളുണ്ട്, എന്തിനും പോന്നവർ. ഇവിടെ വലിയ രീതിയിലുള്ള എല്ലാ തരത്തിലും ഏതൊരു രാജ്യത്തിനും മുന്നിൽ പ്രതിരോധിക്കാൻ പറ്റുന്ന പ്രതിരോധ വിമാനങ്ങളുണ്ട്, നമ്മുടെ ആയുധമുണ്ട്, നമ്മുടെ മിലിറ്ററി അത്രയും വലിയതാണ്. അത്തരത്തിലുള്ള എല്ലാ രീതിയിലും നമ്മുടെ രാജ്യം ഇങ്ങനെ സുസജ്ജമായി നിൽക്കുമ്പോൾ 2014 ശേഷം മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രമാണ് ഇതെല്ലാം കെട്ടിപ്പടുത്തത്. അതിനെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ വലിയ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ എവിടെയാണോ മോഡി സ്തുതി പറയാൻ ഒരു ഗ്യാപ്പ് ഉള്ളത് എന്ന് നോക്കി നടക്കുന്ന തരൂരിനെ പുറത്താക്കണം. തരൂരിനെ പുറത്താക്കാതെ ഇനി ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല എന്നാണ് തോന്നുന്നത്.